എല്ലാവർക്കും നമസ്കാരം. ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗംഗ. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നിങ്ങൾക്ക് ശത്രുക്കൾ ആയിട്ടുണ്ടോ, അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഉള്ള ഒരു ശത്രുവിനെ അല്ലെങ്കിൽ ശത്രുക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇതൊരു കൂടോത്രം വിഷയമായിട്ടല്ല കേട്ടോ ഞാൻ പറയണത്. അത്തരം അത്തരം ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ബ്ലാക്ക് എനർജി സംബന്ധമായിട്ടുള്ള ഒരു റീഡിംഗ് അല്ല ഇത്. ഇതുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ദുഷ്പ്രചരണങ്ങൾ നടത്തിയിട്ട് നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട് സർക്കിളിലോ നിങ്ങൾക്കെതിരെ അനാവശ്യമായിട്ട് എന്തെങ്കിലും നിങ്ങൾ പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളിനെ ഒരു ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ അവർക്ക് നിങ്ങൾക്കൊരു നിങ്ങളെന്നെ അവർ കാണുമ്പോൾ ഒരു ഒഴിഞ്ഞു മാറിപ്പോവുക, സംസാരിക്കാതിരിക്കുക, ശത്രുതാ മനോഭാവം വരിക, ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് നോക്കണത്. അപ്പോൾ നിങ്ങൾക്കെതിരെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണോ കാണുന്നത്? ഫ്രണ്ട് സർക്കിളിൽ നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ വലയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ത്രീ, ഒരു നിങ്ങൾ ഇതിപ്പോൾ കാണുമ്പോൾ ഒരു 25ൻ്റെയും 35ൻ്റെയും ഇടയിലുള്ള ഒരു സ്ത്രീ നിങ്ങൾക്കെതിരെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ അറിയാത്ത കാര്യം, നിങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് നിങ്ങളുടെ ആ ഫ്രണ്ട്സ് സർക്കിളിൽ പറഞ്ഞിട്ട് അവരിൽ നിന്നെല്ലാം നിങ്ങളെ അകറ്റി നിർത്തുക. അതായത് നിങ്ങൾക്ക് ഒരു സ്നേഹം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചേക്കണ് അവരെല്ലാവരും ആണ് നിങ്ങളുടെ ലോകം എന്നാണ് നിങ്ങൾ വിചാരിച്ചേക്കണത്. കാരണം വി ആർ ദ വേൾഡ് ആണ് നിങ്ങൾ വിചാരിച്ചേക്കണത്. അതായത് നമ്മളാണ് ലോകം. അപ്പൊ നിങ്ങളാണ് അത്രയും ഫ്രണ്ടായിട്ട് അവരിനെല്ലാം നിങ്ങളുടെ ലോകം അവരാണ് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. പക്ഷേ നിങ്ങൾക്കെതിരെ അതിലൊരു സ്ത്രീ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യ കാർഡ് തന്നെ പറയണത് ഗിൽറ്റ് ആണ് പറയണത്. അപ്പൊ കുറ്റബോധം, അവർക്കതിന് കുറ്റബോധം ഉണ്ട്. നിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞൂലോ എന്നുള്ള കുറ്റബോധം ഉണ്ട്. കാരണം ഒരു ചെറിയൊരു മുറിവല്ല പറഞ്ഞിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത്, ഒരു ചെറിയൊരു വാക്കുകൊണ്ടല്ല. പക്ഷെ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ ആരാണ് ഈ വ്യക്തി, നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അപവാദ പ്രചരണം നടത്തിയുള്ള വ്യക്തി ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഒഴുക്കിനൊപ്പം നീന്തുകയാണ്. കാരണം ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയണ്ട. അപ്പം ആ ഫ്രണ്ട്സ് സർക്കിളിൽ നിങ്ങൾ ആ ഒഴുക്കിനൊപ്പം, ആ ഫ്രണ്ട്സ് എങ്ങനെയാണോ പോണ് ആ ഒഴുക്കിനൊപ്പം നിങ്ങൾ പോണു. പക്ഷെ നിങ്ങൾ ഹീലിംഗ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് നിങ്ങളെ മനസ്സിനേറ്റ ആ ഒരു വേദന അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കണം. കാരണം അവരിൽ നിന്ന് നിങ്ങൾക്ക് അവർ ശരിയല്ലെങ്കിൽ എല്ലാരെയും അകറ്റി നിർത്താനല്ല പറയണത്. പക്ഷെ നിങ്ങൾക്കെതിരെ പറഞ്ഞ ആ സ്ത്രീനെ നിങ്ങൾ തിരിച്ചറിയുക, അവരിൽ നിന്ന് നിങ്ങൾ മാറുക. നിങ്ങളുടെ വേൾഡ് ഇത് തന്നെയാണ്, ഒക്കെ ശരി തന്നെ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് നിങ്ങളുടെ ലോകമെങ്കിൽ അതെല്ലാം നല്ലതാണ്, നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ. പക്ഷെ കള്ള നാണയങ്ങളെ നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കും എന്നുള്ളതാണ് ഇതില് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. കാരണം നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അത്തരം ഒരു കൂട്ടായ്മയിൽ പോകുമ്പോൾ വീണ്ടും ഇത്തരം ഒരു അനുഭവം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട മുൻകരുതൽ എന്താണെങ്കിൽ അത്തരം കള്ളനാണയങ്ങളെ മാറ്റി നിർത്തുക. അവരെ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക, ഇത് ആരാണ് എന്നുള്ളത് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. കാരണം നിങ്ങളോടൊന്ന് പറയും, മറ്റൊരാളോട് വേറൊന്ന് പറയണം. ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ട്, അതൊരു സ്ത്രീ തന്നെയാണ്. നിങ്ങൾ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഇത് കാർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന ആൾക്കാർ ഇത് എടുക്കുക. നിങ്ങൾക്ക് ഒരു മുറിവ് ഏൽക്കാൻ ഇടവന്നത് ഒരു സ്ത്രീ കാരണം കൊണ്ടാണ്. ആ സ്ത്രീ നിങ്ങളെ കുറിച്ച് വളരെ അപവാദപരമായിട്ട് പറഞ്ഞു, മറ്റുള്ള ആൾക്കാരിനൊക്കെ പറഞ്ഞ്. അപ്പൊ ചേഞ്ച് പറയണ്ട്. ഇതിൽ ലാസ്റ്റ് കാർഡ് പറയണത് ചേഞ്ച് ആണ്. അപ്പൊ നിങ്ങൾ മാറാനാണ് യൂണിവേഴ്സ് പറയണത്. കാരണം ചേഞ്ച് വരുത്തുക. നിങ്ങളുടെ ആ ഫ്രണ്ട് സർക്കിള് ഒന്ന് എടുത്തിട്ട് വിശകലനം ചെയ്ത് നോക്കുക. ഏത് ഭാഗത്താണ് പഴുപ്പുള്ളെങ്കിൽ ആ പഴുപ്പാണ് മുറിച്ച് കളയുക നമ്മൾ. അല്ലെ, ഒരു രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ മുറിച്ച് മാറ്റും. അത് എത്ര നല്ല ഭാഗമാണെങ്കിലും ഒരു അവയവമാണെങ്കിലും നമ്മളത് മുറിച്ച് മാറ്റാനും അല്ലെങ്കിൽ രോഗത്തിന് ചികിത്സ ചെയ്യാനും ശ്രമിക്കും. ഇത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഹീലിംഗ് പറയേണ്ടത്, ചേഞ്ച് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വ്യക്തി ആരാണെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കുക. അകലം പാലിച്ചില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് അത് വളരെ അല്ല ചെയ്യുക, വളരെ ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. കാരണം അവരിപ്പോ കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ മാനസികാവസ്ഥ പറഞ്ഞപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട്. പക്ഷെ വീണ്ടും അവർ ഇത് ആവർത്തിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം അത് ഫ്രണ്ട് ലൈൻ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടെങ്കിൽ ഇത്തരം ആൾക്കാരായിട്ട് ഉള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചിട്ട് നല്ല ഫ്രണ്ട്സ് നിങ്ങളുടെ ആ ഫ്രണ്ട്സ് സൗഹൃദ വലയത്തിലുണ്ടെങ്കിൽ അവരെ നിങ്ങൾ തേടി കണ്ടുപിടിക്കുക. അതിൽ അവരായിട്ട് ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് ആ മനസ്സിനേറ്റ മുറിവ് ഉണങ്ങാൻ ഞാൻ ഇതിലൊരു സ്വിച്ച് ബോർഡ് പറഞ്ഞു തരാം. ലാസ്റ്റ് എന്നോട് പറയാ, എൻ്റെ മനസ്സ് ഹീലാക്കൂ എന്നുള്ളത് പറയാ.
അങ്ങനെ ഇടതേ കൈ കൊണ്ട് ഹൃദയ പത്മത്തിൽ, അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഭാഗത്ത് നിങ്ങൾ കൈ ഒന്നിങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് എഴുതുക. എന്നിട്ട് ഒരു ഇത് എഴുതിയതിന് ശേഷം ഒരു 7 ദിവസം നിങ്ങളുടെ തലോണ കീഴിൽ വെക്കുക. അതിനുശേഷം വേണം 7ാമത്തെ ദിവസം ഇത് ഒഴുക്ക് വെള്ളത്തിലേക്ക് ഒഴുക്കി കളയാൻ. വീണ്ടും അത് മഷി ശ്രദ്ധിക്കണം. മഷി ഇങ്ങനെ ലിക്വിഡ് മഷി ആയിരിക്കണം, അതായത് വെള്ളത്തിൽ അലിഞ്ഞു പോണ മഷി ആയിരിക്കണം. വീണ്ടും അടുത്ത എഴുതുക. അടുത്ത 7 ദിവസം നിങ്ങൾ തലോണ കീഴിൽ വെക്കുക. വീണ്ടും അത് നിങ്ങളുടെ മനസ്സ് എപ്പോൾ ഹീലായി തോന്നിയാൽ അപ്പോൾ ഇത് നിർത്താം. കാരണം ഇത് മനസ്സിനേറ്റ മുറിവ് ഒന്ന് മായാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ആവാനുള്ള ഒരു സ്വിച്ച് വേർഡാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, ഒരു പച്ച മഷി കൊണ്ട് നിങ്ങൾ വൈറ്റ് പേപ്പറിൽ എഴുതുക. വൈറ്റ് പേപ്പറിൽ എഴുതുമ്പോൾ ലിക്വിഡ് മഷി കൊണ്ട് എഴുതാൻ ശ്രമിക്കണം കേട്ടോ. അതായത് ജെല്ല് പേന കൊണ്ട് എഴുതാൻ ശ്രമിക്കണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക മുറിവ് ഹീലാവണതാണ്. പിന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ എപ്പോഴും ഞാൻ പറയുന്നത്, മെഡിറ്റേഷൻ ഭയങ്കര പവർഫുൾ ആണ്. നമ്മുടെ മാനസിക മുറിവും ആത്മീയ മുറിവും വൈകാരിക മുറിവും ശാരീരിക മുറിവും ഒക്കെ ഹീലാവാൻ ഏറ്റവും നല്ലത് മെഡിറ്റേഷൻ ആണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ബ്രസ്ലെറ്റ്, അതായത് സക്സസ് ലൈഫ് ബ്രസ്ലെറ്റ്, അതേപോലെ മണി അട്രാക്ഷൻ ബ്രസ്ലെറ്റ്, നെഗറ്റിവിറ്റി ഹീലിംഗ് ബ്രസ്ലെറ്റ്, അങ്ങനെ ഒട്ടനവധി ബ്രസ്ലെറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോ കൂടി ഈ വീഡിയോയിൽ കൂടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ, ആരും ഇതിൽ നിർബന്ധിച്ച് ഒന്നും അടിച്ചേൽപ്പിക്കണ കാര്യം ഇല്ല. നിങ്ങൾക്ക് താല്പര്യം ഉള്ള ആൾക്കാർക്ക് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. ഞങ്ങളുടെ മെഡിറ്റേഷൻ ഫ്രീ വെബിനാർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഡിസംബർ ലാസ്റ്റ് വീക്കിൽ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രീ വെബിനാർ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം. അത് കൂടാണ്ട് മെഡിറ്റേഷൻ പ്രോഗ്രാം വേറെ ഉണ്ട്. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനും അതേപോലെ തന്നെ മെഡിറ്റേഷനും, നിങ്ങൾക്ക് ഹിപ്നോട്ടിക്, ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ബ്രസ്ലെറ്റ് ആണ്, നല്ല പവർഫുൾ ആയ ബ്രസ്ലെറ്റ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഈ വാട്സാപ്പ് നമ്പറിലേക്ക്, ഇത് കോൾ അല്ല, അവിടെ അല്ല ഈ നമ്പറിൽ, ഇത് ഓൺലി വാട്സാപ്പ് നമ്പറാണ്. അപ്പം അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർക്കുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഈ വാട്സാപ്പ് നമ്പറിൽ.